സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മത്തേരാനിലാണ് ഉള്ളത്, മഹാരാഷ്ട്രയിലുള്ള മത്തേരാനിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മത്തേരാനിലുള്ള രാത്രി കാഴ്ചകൾ അത് നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ലൂയിസ് പോയിൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സമയം ഏകദേശം 6:30 മണിയായി, രാത്രിയാവാറായി. ഞാൻ ഈ ചെറിയ റെയിൽപാളത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ രാത്രിയിൽ എന്തെല്ലാം ഇവിടെ കാണാനുള്ളതല്ലോ നമുക്കിന്ന് നോക്കാം. ഇന്നലെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് രാത്രി നന്ന ലേറ്റായിട്ട് 10:30-11 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇന്നിവിടെ നിന്ന് പോവാതിരുന്നത്. ഇവിടുത്തെ രാത്രി കാലത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. ഇതാണ്ടോ ട്രാക്ക്, ഇതാണ് കേട്ടോ. നമ്മുടെ ഊട്ടിയിലുള്ള ടോയ് ട്രെയിനിൻ്റെ പോലത്തെ ട്രാക്കല്ല, അതിന് സെൻട്രൽ ലൈനിൽ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല, എന്നാലും കാണാൻ വേണ്ടിയിട്ട് ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഊട്ടിയിലെ ടോയ് ട്രെയിൻ പോലെ തന്നെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് പോകാനുണ്ട് കേട്ടോ. ഏകദേശം 2001 എങ്ങാണ്ട് സെൻസസ് പ്രകാരം ഇവിടെ ഏകദേശം 5700 ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു ജനസംഖ്യ മത്തേരാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. ഗൂഗിൾ നോക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടത് 2001 സെൻസസ് പ്രകാരം കാണാം 5700 അങ്ങനെ ജനസംഖ്യ ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഏരിയ ആണ് കേട്ടോ. താഴേക്ക് ഇറങ്ങി പോകുന്ന ടൂറിസ്റ്റ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഈ വണ്ടി ഉണ്ട് ഞങ്ങൾ, ഇതിലാണ് ഇവർ ആൾക്കാരെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ മോട്ടോർ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള വണ്ടിയിൽ ആൾക്കാരെ ഇരുത്തിയിട്ട് വലിച്ചു കൊണ്ടുപോകും, അതിന് വേണ്ടിയിട്ടുള്ളതായത്. പിന്നെ കുതിരയുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ റൂംസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുണ്ട് കേട്ടോ. 1500 പറയും, 1000 പറയും, 2000 പറയും, 2500 പറയും, പല ടൈപ്പിലുണ്ട്. നന്നായിട്ട് ബാർഗൻ ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഇവിടെ എടുത്തത് 1500 രൂപേൻ്റെ റൂമാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ ഇന്ന് ഏകദേശം 1000 രൂപേനെ അടുപ്പിച്ച് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. പല പ്രൈസ് റേഞ്ചിലുള്ള സംഭവങ്ങളുണ്ട്, റിസോർട്ട് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലെവലിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലുള്ള റൂംസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കാണുന്നുള്ള റൂംസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള റൂംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല, ചെറിയ കടകളാണ്, വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ ചെറിയ കടകൾ. പിന്നെ സാധനങ്ങൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. അത് എല്ലാ ഹിൽ ടോപ്പിലുള്ള പോലെ തന്നെ ഇവിടെയും കുറച്ച് റേറ്റ് കൂടുതൽ. ഞാൻ നേരത്തെ അങ്ങ് ലാസ്റ്റ് പോയ സമയത്ത് ഒരു ബോട്ടിൽ 10 രൂപേൻ്റെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളം ഞാൻ 20 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ചെറിയ 10 രൂപേൻ്റെയൊക്കെ പാക്കറ്റ് ഐറ്റംസിനൊക്കെ 12 രൂപ, 2 രൂപ, 3 രൂപയൊക്കെ എക്സ്ട്രാ ഇവർ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, മത്തരാൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പുറത്ത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. കണ്ടോ, ആ ഒരു ക്ലൈമറ്റ് മാറി തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഇത്രയും ഇവിടെ അങ്ങനെ ഫോഗ് ഉണ്ടായിട്ടില്ല, കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കി ഞങ്ങൾ ആ കംപ്ലീറ്റ് ഫോഗ് ഇറങ്ങി തുടങ്ങി. ഈ സൈഡ് അങ്ങനെ ഫോഗും കാര്യങ്ങളൊന്നും ഇല്ല, കുറവാണ്. ഈ സൈഡ് നോക്കി ഞങ്ങൾ അടിച്ചിങ്ങ് കയറുന്നുണ്ടോ. ഇതാണ് മത്തേരാൻ്റെ ഒരു മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം പെട്ടെന്ന് ഫോഗ് വരും, പെട്ടെന്ന് ഫോഗ് പോകും. ആ ഒരു ലൈനിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്കിവിടെ വന്നിട്ടുള്ളൊരു മേജർ മിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു സമയത്ത്. കാരണം ഫുള്ള് ഫോഗ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ നല്ല അടിപൊളി സൺസെറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഈ സമയത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാണ് അവസ്ഥ, കംപ്ലീറ്റ് ഫോഗായിരിക്കും, അങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇല്ല. പിന്നെ അതിനുവേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ചില സമയത്ത് നമുക്ക് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ. ഇതാ മഴയും വന്നു, ഏത് സമയത്താണ് മഴ വരിക ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കുടയും എടുത്തിട്ട് ഇറങ്ങി. നമ്മളെ ആ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലേനു, അതുകൊണ്ടിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഒന്നും അറിയില്ല. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുടയും എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും അവരുടെ റൂമിൽ തന്നെ ഉള്ളത്. ഇവിടുത്തെ റാം മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഈ കാണുന്നത്. റൈറ്റ് സൈഡിൽ നേരെ അപ്പുറത്തന്നെ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ പള്ളിയിൽ പോയി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പോകണം. നല്ല മഴ പെയ്ത് തുടങ്ങിയേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി, നേരെ സ്ട്രൈറ്റ് കാണുന്നത് ആ കടൻ്റെ നേരെ ബാക്കായിട്ട്. പള്ളി അത്യാവശ്യം വലിയ പള്ളി തന്നെയാണ്. നമുക്ക് അവിടെ പോയിട്ട് നിശ്ചയിച്ചിട്ടൊക്കെ വരാം. പള്ളിയിലേക്ക് വരാം, ഇതാണ് പള്ളി. അപ്പോൾ ഞാൻ നിശ്ചയിച്ചിട്ടൊക്കെ ഒന്ന് ഇറങ്ങാം, എന്നിട്ട് ബാക്കി നമുക്ക് ആഴ്ചയിലേക്ക് പോകാം കേട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ നൈറ്റ് ലൈഫ് തുടങ്ങി. അപ്പുറമെല്ലാം നല്ല ക്രൗഡുണ്ട്. ഷോപ്പെല്ലാം ഇപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ആ സൈഡിലും നല്ല ക്രൗഡുണ്ട്. ഞാൻ മെല്ലെ പള്ളിയിൽ നിന്നെല്ലാം ഇറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ എത്തുന്ന സമയത്ത് തന്നെ മഗ്‌രിബിൻ്റെ സമയമാണ്. അപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ മത്തേരാനിൽ കൂടി ഇങ്ങനെ നടന്നിങ്ങനെ പോവാം. ഒരുപാട് ഇതുപോലെയുള്ള കൗണ്ടേഴ്സ് ഉണ്ട്, ഓരോരോ കടകൾ, ഓരോ ഗെയിമിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ. പല പരിപാടികളും ഉണ്ട്. എല്ലാം ടൂറിസ്റ്റേഴ്സ് തന്നെ ഇവരൊക്കെ. ഇങ്ങോട്ട് പിന്നെ അധികം കടകളൊന്നുമില്ല. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങോട്ടൊന്ന് പോയി നോക്കുന്നേ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ടൗൺ ആ ഒരു ഏരിയയിൽ കഴിഞ്ഞു. മാർക്കറ്റ് ആ സൈഡിലാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ പോയില്ലേ, ലൂയിസ് പോയിന്റിലേക്കൊക്കെ പോയിട്ടില്ലേ, ആ സൈഡിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാൻ. ഞാൻ ഇവിടെ കയറി ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഡയറി മിൽക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ 20 റുപ്യേൻ്റെ ഡയറി മിൽക്ക് 25 രൂപ. വാങ്ങിക്കാൻ വേണ്ടി ഇവരോട് ചോദിച്ചു എന്താണ് ഇതിന് കാരണം, ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ മാത്രമല്ല, ഇവർക്കാകെ സീസൺ ടൈമിൽ മാത്രമേ ഇവിടെ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാത്ത സമയത്ത് ഇവിടെ വേറെ ആരും വരുന്നില്ലല്ലോ, അതുകൊണ്ടുള്ള ചെറിയൊരു കൂടുതലാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു പോവാണ്. ഞാൻ മൂപ്പരോട് കടയിലുള്ള മൂപ്പരോട് കുറേ സംസാരിച്ചാടി ഇരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലാണ്ടോ ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടത്. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞ സെപ്റ്റംബർ ആ ഒരു ടൈം ആകുന്ന സമയത്തേക്കാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുക. ഇവിടെയുള്ള കാഴ്ചകൾക്കൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നത് ആ സെപ്റ്റംബർ മാസം ആ ഒരു സമയത്താണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഞാൻ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടന്നിട്ട് ഡെക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓരോ റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ കാണുന്നത്. ചില സമയത്ത് കൊടുങ്കാറ്റായിട്ട് അടിക്കുന്ന പോലെ കേട്ടോ കാറ്റിലടിക്കുന്നത്. കാറ്റിലടിച്ചങ്ങ് കയറുന്നു. അങ്ങനെ കുറേ സമയം ഒരു മൂലൊക്കെ ഒരു ഷോപ്പിനവിടെയെല്ലാം കയറി നിന്ന് എന്നിട്ട് ഇങ്ങനെ വിടില്ല. ഇതാണ് കേട്ടോ മത്തേരാൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഹെഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലം. ആ ഒരു സംഭവ സ്ഥലമായത്. ഓക്കെ, ഇവിടെ നല്ല റഷ് കഴിക്കണം. നമ്മൾ നേരത്തെ ഭക്ഷണം ചക്കിയും മക്കളെല്ലാം അവിടെയുണ്ട്. ഇവിടെ നല്ലൊരു തിരക്കുണ്ട് ഈ ഒരു സമയത്തും. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:30 മണി കഴിഞ്ഞ്, 8:50 മണി ആവാറായി. ഇപ്പോഴും നല്ല അത്യാവശ്യം മോശമില്ലാത്ത തിരക്കുണ്ട്. എനിക്കൊന്ന് ശനി ഞായർ ദിവസങ്ങളിലാണ് നല്ല തിരക്ക് ഇവിടെ വരാറുള്ളത് കേട്ടോ ഇവർ. കാരണം ആ ഹോട്ടലുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്, ശനി ഞായർ ദിവസങ്ങളിലാണ് ഹോട്ടലിന് റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ശനി ഞായർ ദിവസങ്ങളിൽ നല്ല റഷ് ഉണ്ടാവും. കണ്ടോ, ഓ കാറ്റടിക്കുന്നു. പിന്നെ മെല്ലെ റൂമിലേക്ക് പോകണം. ഞാനിങ്ങനെ കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ചിക്കിയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ടുള്ളത് കേട്ടോ. ചിക്കി ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഷോപ്പിലാണ് ഉള്ളത്. ഇവിടെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ ഒന്നും വാങ്ങിയില്ല. അതിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ചായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. 220 റുപ്യ, 250 ഗ്രാമിന്, അതായത് കിലോഗ്രാമിന് 1000 രൂപ, അങ്ങനെ പല റേഞ്ചിൽ ഇവിടെ റേറ്റിൽ സാധനങ്ങളുണ്ട്. ഇവിടെ മത്തേരാനുള്ളൊരു മാർക്കറ്റാട്ടോ ഇത്. ഇതിപ്പോൾ അകത്തല്ല ഇപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്തിട്ടാണെന്നുള്ളത്. ഓക്കെ, ദിസ് മാർക്കറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് ഫണ്ട്സ് ബൈ രത്നബായി മെമ്മോറിയൽ മാർക്കറ്റ് ഇവിടുത്തെ. ഓക്കെ, നമുക്ക് കുറച്ച് മാഗി മുട്ടയെല്ലാം വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോക്കാം. അവിടെ ഒരു കട കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാ മാർക്കറ്റ്, കുറേ നമ്മൾ പച്ചക്കറി സാധനങ്ങളെല്ലാം കിട്ടുന്ന മാർക്കറ്റുണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് പഞ്ചസാര ഇതൊക്കെ വേണം. പഞ്ചസാര വേണം, പിന്നെ മുട്ട വേണം. ശരി കിട്ടാൻ നോക്കാം. ഇവിടെ ഷുഗർ റേറ്റ് കിട്ടുന്ന വെച്ചാൽ ലാസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ മാർക്കറ്റ് ആട്ടോ മത്തേരാനിലെ. ഇതാടെ സിട്രസെല്ലാം ഇടിണ്ടാ. എടാ ഷുഗർ കിതർ മിലേഗാ? ഷുഗർ അന്തർ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെല്ലാം ഉണ്ട്. ഇത് പച്ചക്കറി മാർക്കറ്റാണ്. അപ്പുറത്തേക്കോ 5 വെക്കും. 5 മാഗി, കട്ടൻ ചായ, മുട്ട അല്ല ഷാറിന് ജുനേതെല്ലാം മിക്കവാറും അടിച്ച് ഷാറൊക്കെ നാട്ടിലെത്തല ഉണ്ടാകാം. അല്ലാ മട്ടനാ
വേറെ വേണടാ. ഇതിവിടുത്തെ മാർക്കറ്റ് ആട്ടോ. ഈ നമ്മുടെ ലോക്കൽ ഏരിയയില്ല, അതായത് റോഡിൻ്റെ നേരെ സൈഡിലൊന്നും ഇങ്ങനത്തെ കടകളൊന്നും കാണാൻ പറ്റില്ല. അതിൽ ടൂറിസ്റ്റിന് ഫോക്കസ് പോയിട്ടില്ലാണ് ഇവിടെ. 140 കവറൊന്നും തോന്നിട്ടില്ല, കുടുങ്ങി. അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലൊന്നും നമുക്ക് ടൂറിസ്റ്റേഴ്സിൻ്റെ ആ സംഭവങ്ങളൊന്നും അല്ലാണ്ട് ഇതൊന്നും കാണാണ്ട് പറ്റില്ല. ഇതെല്ലാം ഇങ്ങനെ കുറച്ച് ഉകത്തോട്ട് കയറണം കേട്ടോ. അകത്തോട്ട് കയറണം, ഉകത്തോട്ടല്ല. ഓക്കെ, ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. ഞാൻ കുറച്ച് മാഗി ആക്കി കഴിക്കണം. ഇതുള്ള പരിപാടി. അങ്ങനെ റബാൻ ജുനേദ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേറൊരു മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. അവിടെ 100 രൂപയ്ക്കുള്ള ചെരുപ്പുണ്ടാ. ഇവിടെ കുറേ ചെരുപ്പിൻ്റെ കടകളുണ്ട് കേട്ടോ. 100 രൂപേൻ്റെ ചെരുപ്പുകളെല്ലാം കാണുന്നുണ്ട്. അതോ ചെരുപ്പ് ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മൾ ഇരുന്നാക്കുന്നുണ്ട്. ഹാൻഡ് മെയ്ഡാ. ये शूज़ को कितना है? ये ब्राउन वाला 1500. ये हैंडमेड है. 1500 രൂപയ്ക്ക് ഷൂ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഷൂ കേട്ടോ. മൂപ്പരാടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. 1500 രൂപയെല്ലാം പൈസയാണ്. എന്നാൽ ബില്ല പൈസയൊന്നുമല്ല അങ്ങനത്തെ ഷൂവിന്. കുറേ ചെരുപ്പിൻ്റെ കടകളുണ്ട് ഇവിടുത്തെ. മിക്ക ആൾക്കാർ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ ചെരുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ലെതറിൻ്റെ അതാ അവർ പറഞ്ഞ ലെതർ. ഞാൻ നേരത്തെ ചോദിച്ചു സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിന്. എന്താണ് ലെതർ ബെൽറ്റ്, പിന്നെ ചിക്കി മറ്റേ സാധനം ഇല്ലേ, അതായിരുന്നു സ്പെഷ്യൽ പറഞ്ഞത്. ലോണാവാലയാണ് മെയിൻ അതിൻ്റെ സംഭവം. പക്ഷേ ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടേക്കല്ല ക്ലോസ് ആയിനടാ. ലാപ്ടോപ്പ് ബാഗിൻ്റെ ചായ് 10 रुपये का चाय है बड़ा. ഓരോ ചായ കുടിച്ചിടാ. 10 रुपये ചായ ഇട്ട് കുറേ ആയി. 20 रुपये ആയി ആളിൽ. ഈ മാഗി കൊടുത്തിട്ട് ആക്കി തരുമെന്ന് ചോദിച്ചാലോ. നോർമൽ ചായക്ക് പറഞ്ഞാൽ ചെറിയ കോട്ടി ക്ലാസ്സിൽ ചായ കിട്ടി. 10 रुपये ചായ. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? ഇതെന്നാ 2 സാധനങ്ങൾ ഇങ്ങനെയുള്ള. ഞാൻ നടന്നല്ലേ ഇന്ന് മൊത്തം ഈ കോലെല്ലാം ഉണ്ടായിട്ടുണ്ടാകുക. എനിക്കിപ്പോൾ കാണുമ്പോൾ ഞാൻ ഇട്ട സാധനം ചുനിയിട്ടിട്ട് കാണുമ്പോൾ ഇതങ്ങനത്തെ കോലുണ്ട്. പക്ഷെ നല്ല ഉപകാരം കേട്ടോ. നനയൊന്നും ചെയ്യില്ല, ഇങ്ങനെ എടുത്തിട്ട് പോവാം. നല്ല ചായ വന്നിട്ടുണ്ട്. ഞാൻ ചായ എടുക്കും. ചായ എങ്ങനെയുണ്ട്? അടിപൊളിയ. അടിപൊളി. മസാല ചായ തന്നെ സംഭവം.